സിനിമാ ലോകം ക്രിമിനലുകളുടെ സങ്കേതമാണെന്ന രീതിയിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളുമാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം നിരവധി അഭിനേതാക്കൾക്ക് എതിരെ ഗുരുതര ആരോപണങ്ങൾ തലപൊക്കി കഴിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമണങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് സിനിമാ ലോകം മാത്രമല്ല എന്നതാണ് വസ്തുത. ഈ രാജ്യത്തെ ജനപ്രതിനിധികളിൽ ഒരു വിഭാഗം ഇത്തരം ക്രിമിനൽ കേസുകൾ ഇതിനോടകം തന്നെ ഉൾപ്പെട്ട വിവാദങ്ങൾക്ക് തലവെച്ച് കൊടുത്തവരാണ്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആകെ രാജ്യത്തുള്ള ജനപ്രതിനിധികളിൽ 151 സിറ്റിംഗ് എംപിമാരും MLA-മാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ കേസുകളിൽ അകപ്പെട്ടവരാണ്. രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിലുള്ള നിയമസഭാ അംഗങ്ങൾക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ പരാതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സംസ്ഥാനങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ പശ്ചിമ ബംഗാളാണ് മുന്നിലെന്നും കാണാൻ സാധിക്കും. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും ന്യൂ ഇലക്ഷൻസ് വാച്ചും ഓഗസ്റ്റ് 21 പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ 5 വർഷമായി നിലവിലെ MP-മാരുടെയും MLA-മാരുടെയും 4809 തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലങ്ങളിൽ 4693 എണ്ണം പഠന വിധേയമാക്കിയിരുന്നു. ഇതിൽ 776 സിറ്റിംഗ് MP-മാരിൽ 755 പേരും 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 4033 സിറ്റിംഗ് MLA-മാരിൽ 3938 പേരും ഉൾപ്പെടുന്നുണ്ട്. പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ MP-മാരും MLA-മാരും ഉള്ളത് BJP-ക്കാണ്. ഇതിൽ 54 പേരാണ് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ കേസുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്നും 23 പേരും തെലുങ്ക് ദേശം പാർട്ടിയിൽ നിന്നും 17 പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കേസിൽ ഉൾപ്പെട്ട MP-മാരും MLA-മാരും ഉള്ളത് പശ്ചിമ ബംഗാളിലാണ്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട 151 പേരിൽ 16 പേരും ബലാത്സംഗവുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 2 പേർ MP-മാരും 14 പേർ MLA-മാരുമാണ്. സംസ്ഥാനങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ബലാത്സംഗ കേസുകളുള്ള ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ളത് മധ്യപ്രദേശിലും പശ്ചിമ ബംഗാളിലുമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം, സാമ്പത്തികം, വിദ്യാഭ്യാസം, ലിംഗഭേദം, മറ്റ് വിശദാംശങ്ങൾ എന്നിവ വിശകലനം ചെയ്യുന്ന ADR ന്യൂ ഇലക്ഷൻ വാച്ചും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രത്യേക റിപ്പോർട്ടിൽ 2009 മുതൽ ഗുരുതരമായ ക്രിമിനൽ കേസുകളുള്ള MP-മാരുടെ എണ്ണത്തിൽ 124% വർധനവ് ഉണ്ടായതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾ 31% പേരും, അതായത് 170 അടുത്ത് MP-മാരും ബലാത്സംഗം, കൊലപാതക ശ്രമം, തട്ടിക്കൊണ്ടും പോകൽ, സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. 18ാം ലോക്സഭയിൽ ക്രിമിനൽ കേസുകളുടെ പ്രഖ്യാപിത MP-മാരിൽ ഏറ്റവും കൂടുതൽ MP-മാരുള്ളത് BJP-ക്കാണ്. വിജയിച്ച 240 സ്ഥാനാർത്ഥികൾ 94 പേരും കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടവരാണ്. 2014 കണക്കുകൾ പ്രകാരം ചെയ്ത 542 MP-മാരിൽ 112 പേരും, അതായത് 21% പേർക്കും ഗുരുതരമായ ക്രിമിനൽ കേസുകളുണ്ട്. 2009 റിപ്പോർട്ടുകൾ പ്രകാരം 543 MP-മാരിൽ 76 പേരും ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം.